ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 7ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചു. 57 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് മറ്റന്നാൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി കന്യാകുമാരിയിലെത്തി. കേരളത്തിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കോട്ടയം പായിപ്പാട് പഞ്ചായത്തിലെ എട്ടിയക്കരി പാടശേഖരത്തിൽ താറാവുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. അറിവ് ഉത്പാദിപ്പിക്കുന്നവരാക്കി വിദ്യാർത്ഥികളെ മാറ്റുന്ന സംവിധാനമാണ് ജൂലൈ 1-ന് സംസ്ഥാനത്ത് ആരംഭിക്കുന്ന ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളെന്ന് മന്ത്രി ആർ ബിന്ദു. കേരളത്തിൽ ഒഴിവുള്ള 49 തദ്ദേശ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 7ാമത്തെയും അവസാനത്തെയും ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചു. ജൂൺ 1-ന് വോട്ടെടുപ്പ് നടക്കുന്ന 57 മണ്ഡലങ്ങളിൽ നാളെ നിശബ്ദ പ്രചാരണമായിരിക്കും. അവസാന ദിനമായ ഇന്ന് മണ്ഡലങ്ങളിൽ മുതിർന്ന നേതാക്കളും താരപ്രചാരകരും ആവേശകരമായ പ്രചാരണമാണ് കാഴ്ചവച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്നാഥ് സിംഗ്, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ലാലു പ്രസാദ് യാദവ് തുടങ്ങി മുൻനിര നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ ഇന്ന് പ്രചാരണം നടത്തി. ഉത്തർപ്രദേശ്, പഞ്ചാബ്, പശ്ചിമബംഗാൾ, ബീഹാർ, ഒഡീഷ, ഝാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ചണ്ഡിഗഡ് എന്നിവിടങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്നത്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി കന്യാകുമാരിയിലെത്തി. കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൽ അദ്ദേഹം അല്പസമയം മുൻപ് ദർശനം നടത്തി. വിവേകാനന്ദ പാറയും സ്വാമി വിവേകാനന്ദൻ ധ്യാനത്തിലിരുന്ന ധ്യാന മണ്ഡപവും സന്ദർശിക്കുന്ന ശ്രീ മോദി ഇവിടെ ധ്യാനത്തിൽ ഏർപ്പെടും. വൈകിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗമാണ് കന്യാകുമാരിയിലെത്തിയത്. ധ്യാനത്തിന് ശേഷം ശനിയാഴ്ച അദ്ദേഹം തിരുവള്ളുവർ പ്രതിമയും സന്ദർശിക്കും. സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മുതൽ തിങ്കളാഴ്ച വരെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നതിനോടൊപ്പം തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴിയും രൂപപ്പെട്ടു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് മുന്നറിയിപ്പ്. കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ രൂക്ഷമായ മഴക്കെടുതിയാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് പൂർണ്ണമായും മാറിയിട്ടില്ല. ജില്ലയിൽ നിലവിൽ 8 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 66 പേരാണുള്ളത്. നഗരത്തിൽ സ്മാർട്ട് സിറ്റിക്കായുള്ള കുഴികളിൽ വെള്ളം നിറഞ്ഞ് അപകടാവസ്ഥയിലാണ്. മഴയും മണ്ണൊലിപ്പും കാരണം കൊല്ലം മൺട്രോത്തുരുത്തിലേക്കുള്ള ഇടിയക്കടവ് പാലത്തിന് കേടുപാട് സംഭവിച്ചു. ബസ്സുകളടക്കം വലിയ വാഹനങ്ങൾ പാലത്തിലൂടെ പോകാനാകാത്ത സ്ഥിതിയാണ്. പത്തനംതിട്ട ജില്ലയിൽ ഇടക്കാടും തിരുമൂലപുരത്തും 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 56 പേരാണ് കഴിയുന്നത്. കോട്ടയം മുണ്ടക്കയത്ത് മണിമലയാറ്റിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കളപ്പുരയ്ക്കൽ തിലകന്റെ മൃതദേഹമാണ് കാഞ്ഞിരപ്പള്ളി ചേനപ്പാടി ഇടയാറ്റുകാവ് കടവിൽ കണ്ടെത്തിയത്. കോട്ടയം ജില്ലയിൽ 27 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 558 പേരാണ് കഴിയുന്നത്. കൊച്ചിയിൽ ഇന്ന് ചെറിയ തോതിലുള്ള മഴയാണ് അനുഭവപ്പെട്ടത്. ജില്ലയിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 116 പേരാണ് ഉള്ളത്. എറണാകുളത്ത് കളമശ്ശേരിയിൽ ഉൾപ്പെടെ കനത്ത മഴയിൽ വെള്ളക്കെട്ടുണ്ടായ സംഭവത്തിൽ ഉടൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി പി രാജീവ്. വെള്ളക്കെട്ട് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥതല യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ 2 ദിവസങ്ങൾ ഉണ്ടായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി നാളെ തന്നെ വർക്ക് ആരംഭിക്കാം. ടെൻഡറില്ലാതെ തന്നെ കളക്ടർ ദുരിതാശ്വാസ നിവാരണത്തിന്റെ ഭാഗമായി നാളെ തന്നെ പ്രവൃത്തി ആരംഭിക്കാനായി ഇറിഗേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടത്. അപ്പൊ അതിന്റെ ഭാഗമായി അടിഞ്ഞു കിടക്കുന്ന പായലുകളും മറ്റ് തടസ്സങ്ങളും ഒരു പരിധി വരെ നമുക്ക് നീക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എടപ്പള്ളി തോട് കഴിയാവുന്നിടത്തോളം ക്ലിയർ ആക്കാനുള്ള പദ്ധതി 2 ദിവസം കൊണ്ട് ചെയ്യണമെന്ന് കണ്ടു. ബാക്കി മുനിസിപ്പാലിറ്റി അവരുടെ കാനകളെല്ലാം ആളുകൾ പറയുന്നത് ഇത് മാറ്റി ക്ലീൻ ചെയ്യുന്നില്ല എന്ന ഒരു പ്രശ്നം പറയുന്നുണ്ട്. അത് മുനിസിപ്പൽ സെക്രട്ടറിയും ചെയർപേഴ്സണും മറ്റു കൗൺസിലർമാരും ഉണ്ടായിരുന്നു. അവരും 2 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് ക്ലീനിങ് നടത്തും.
ആലപ്പുഴയിൽ മഴക്കെടുതി തുടരുന്നു. കായംകുളം പുള്ളിക്കണക്ക് NSS ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് കൃഷിമന്ത്രി പി പ്രസാദ് സന്ദർശിച്ചു. ജില്ലയിൽ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ അടിയന്തരമായി വെള്ളം വറ്റിക്കുന്നതിനുള്ള നടപടികളുടെ ഏകോപനത്തിന് റവന്യൂ, ഇറിഗേഷൻ വകുപ്പുകൾക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ നാളെ ഉന്നതതല യോഗം ചേരും. ചേർത്തല, കാർത്തികപ്പള്ളി താലൂക്കുകളിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. കായംകുളത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മന്ത്രി പി പ്രസാദ് സന്ദർശനം നടത്തി. കഴിഞ്ഞ പ്രളയത്തിൽ വെള്ളം കയറാത്ത ഇടങ്ങളിൽ വരെ ഇത്തവണ വെള്ളം കയറിയതായി മന്ത്രി പറഞ്ഞു. കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുകയാണ്. കിഴക്കൻ വെള്ളത്തിന്റെ വരവോടെ പമ്പ, മണിമല തുടങ്ങിയ നദികൾ കരകവിഞ്ഞൊഴുകുന്നു. തലവടി, എടത്വ, തകഴി, ചെറുതന, കരുവാറ്റ തുടങ്ങിയ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി. മഴക്കെടുതിയിൽ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളുടെ എണ്ണം 25 കഴിഞ്ഞു. 1000-ഓളം കുടുംബങ്ങളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. കോഴിക്കോട് സൌത്ത് ബീച്ചിന് സമീപം ഇന്ന് ഉച്ചയോടെ 7ഓളം മത്സ്യ തൊഴിലാളികൾക്ക് മിന്നലേറ്റു. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. അറിവുകൾ സ്വീകരിക്കുന്നതിനപ്പുറം വിദ്യാർത്ഥികളെ അറിവ് ഉത്പാദിപ്പിക്കുന്നവരാക്കി മാറ്റുന്ന സംവിധാനമാണ് ജൂലൈ 1-ന് സംസ്ഥാനത്ത് ആരംഭിക്കുന്ന ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ബിരുദ ഓണേഴ്സ് പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി പ്രിൻസിപ്പൽമാരുമായും നോഡൽ ഓഫീസർമാരുമായും സംവദിക്കുകയായിരുന്നു മന്ത്രി. രാജ്യാന്തര തലത്തിലെ വിഖ്യാത സർവകലാശാലകളുടെ നിലവാരത്തിലേക്ക് കേരളത്തിലെ ബിരുദ പഠനത്തെ ഉയർത്തുന്നതുകൂടി ലക്ഷ്യമിട്ടാണ് പുതിയ പ്രോഗ്രാമുകൾ നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. സീറ്റ് പ്രതിസന്ധി ഗൌരവമുള്ള വിഷയമാണെന്നും സർക്കാർ പറഞ്ഞ കണക്കുകൾ ശരിയല്ലെന്ന് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ചർച്ചയ്ക്ക് ശേഷം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുറവുള്ള സീറ്റുകളുടെ വിവരം തയ്യാറാക്കി സർക്കാരിന് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഒഴിവുള്ള 49 തദ്ദേശ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. ഇവ ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെയും വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക ജൂൺ 6-നും അന്തിമ വോട്ടർ പട്ടിക ജൂലൈ 1-നും പ്രസിദ്ധീകരിക്കും. ജൂൺ 6 മുതൽ 21 വരെ പുതുതായി പേര് ചേർക്കുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും ഒഴിവാക്കലിനും അവസരമുണ്ടാകും. 1 ജില്ലാ പഞ്ചായത്ത് വാർഡ്, 5 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ്, 6 മുനിസിപ്പാലിറ്റി വാർഡ്, 37 ഗ്രാമപഞ്ചായത്ത് വാർഡ് എന്നിവിടങ്ങളിലാണ് ഉടനെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോട്ടയം പായിപ്പാട് പഞ്ചായത്തിലെ 1-ാം വാർഡിൽ എട്ടിയാക്കരി പാടശേഖരത്തിൽ വളർത്തിയിരുന്ന താറാവുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. രോഗം കണ്ടെത്തിയ പ്രദേശത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വളർത്തുപക്ഷികളെയും ദയാവധം ചെയ്യാൻ ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിക്കും. ശക്തമായ മഴയിൽ കുന്നിടിച്ചിലുണ്ടായ തിരുവനന്തപുരം വർക്കല ക്ലിഫിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ സന്ദർശനം നടത്തി. ഏഷ്യയിലെ തന്നെ അപൂർവമായിട്ടുള്ള ചെങ്കൽ ക്ലിഫിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുകൾ വേണമെന്നും കേന്ദ്ര സഹമന്ത്രി ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം എംപിയും കോൺഗ്രസ് നേതാവുമായ ശശി തരൂരിന്റെ മുൻ സ്റ്റാഫ് അംഗം ഉൾപ്പെടെ 2 പേർ സ്വർണ്ണക്കടത്തിന് ഡൽഹി വിമാനത്താവളത്തിൽ അറസ്റ്റിലായി. ഇയാളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതായാണ് വിവരം. പ്രധാന വാർത്തകൾ വീണ്ടും. 7ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിച്ചു. 57 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് മറ്റന്നാൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി കന്യാകുമാരിയിലെത്തി. കേരളത്തിൽ കാലവർഷമെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കോട്ടയം പായിപ്പാട് പഞ്ചായത്തിലെ എട്ടിയാക്കരി പാടശേഖരത്തിലെ താറാവുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. അറിവ് ഉത്പാദിപ്പിക്കുന്നവരാക്കി വിദ്യാർത്ഥികളെ മാറ്റുന്ന സംവിധാനമാണ് ജൂലൈ 1-ന് സംസ്ഥാനത്ത് ആരംഭിക്കുന്ന ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളെന്ന് മന്ത്രി ആർ ബിന്ദു. കേരളത്തിൽ ഒഴിവുള്ള 49 തദ്ദേശ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.